എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ക്ഷേത്രങ്ങളിലെ കൊടിമരത്തെക്കുറിച്ച് എന്താണ് കൊടിമരമെന്ന് മനസ്സിലാക്കി. 3 ഭാഗങ്ങളുള്ള വീഡിയോ പരമ്പരയുടെ 2ാം ഭാഗമാണ് ഇത്. ഈ വീഡിയോ മുഴുവനുമായി കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുവാനും താൽപ്പര്യപ്പെടുന്നു. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. ഇനി നമുക്ക് ധ്വജസ്തംഭത്തിൻ്റെ സ്ഥാനവും വലുപ്പവും എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് കൊടിമരം നിർമ്മിക്കുന്നതെന്നൊക്കെ പരിശോധിക്കാം. ക്ഷേത്ര നിർമ്മാണത്തിലെ ഒരു പ്രധാന ഘടകമാണ് ധ്വജസ്തംഭം അഥവാ കൊടിമരം. ഉത്സവാദികൾക്ക് കൊടി ഉയർത്തി സ്ഥാപിക്കുന്ന സാമാന്യ ഉദ്ദേശത്തിനപ്പുറം ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രാധാന്യമുള്ള ഒന്നാണിത്. ക്ഷേത്ര സംരക്ഷണത്തിൽ പ്രാധാന്യമുള്ള വിധം ഏറ്റവും ഉയർന്നതായാണ് ഇതിൻ്റെ നിർമ്മിതി. ക്ഷേത്രത്തിൽ ചുറ്റമ്പലത്തിനും വലിയ ബലിക്കലിനും പുറത്തായിട്ടാണ് കൊടിമരത്തിൻ്റെ സ്ഥാനം. ഗർഭഗൃഹദ്വാരത്തിൻ്റെ 12 ഇരട്ടി ദൂരം മാറിയോ പ്രാസാദ ദണ്ഡിൻ്റെ 3, 4, 6 ഇരട്ടി ഉത്തരപ്പുറത്തു നിന്ന് നീക്കിയോ കൊടിമരത്തിന് സ്ഥാനം കാണാം എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഗർഭഗൃഹദ്വാരത്തിൻ്റെ 10, 15, 17, 20 ഇരട്ടിയോ പ്രാസാദത്തിൻ്റെ ഉയരത്തിന് സമമായോ മുക്കാലോ പകുതിയോ അളവിൽ കൊടിമരത്തിന് ഉയരം കൽപ്പിക്കാം. താൽക്കാലിക ധ്വജമെങ്കിൽ 9 കോൽ, 7 കോൽ, 5 കോൽ അളവിലും, അതായത് 1 കോൽ എന്ന് പറഞ്ഞാൽ 2.36 അടിയാണ്, പണി കഴിക്കാവുന്നതാണ് എന്ന് പറയുന്നു. ഗർഭഗൃഹത്തിൻ്റെ ഉയരത്തെ 4, 5, 6 ആയി അംശിച്ച് ഒരംശം കൊണ്ട് സ്തംഭത്തിൻ്റെ താഴെ ഭാഗത്തിൻ്റെ വണ്ണവും അതിൽ നിന്ന് 16ൽ 1 ഭാഗം കുറച്ച് അഗ്രഭാഗത്തിൻ്റെ വണ്ണവും കൽപ്പിക്കണം. സാധാരണയായി വൃത്താകൃതിയാണ് ധ്വജസ്തംഭത്തിന് നൽകുന്നതെങ്കിലും പട്ടമായും നൽകാവുന്നതാണ്, അതായത് സ്ക്വയറായിട്ട്. ഇനി ധ്വജസ്തംഭത്തിൻ്റെ പ്രധാന അവയവങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അടിസ്ഥാന നപുംസകശില, അതായത് ആധാരശില, നാളം, പഞ്ചവർഗത്തറ, തറ എന്ന് പറയും, വേദിക, പത്മം, അഷ്ടദീപ്കാലകർ, വെണ്ടകം അല്ലെങ്കിൽ വെണ്ട, പറ, മണിപ്പാറ അഥവാ അലങ്കാരസ്ഥാനം അല്ലെങ്കിൽ മാലാസ്ഥാനം, യഷ്ടി അതായത് കൊടി തൂക്കാനുള്ള ദണ്ട്, ലശൂനം, കുംഭം, പത്മം, മണ്ടിപ്പലക, വീരകാണ്ഡം, വാഹനം എന്നിവയാണ് ധ്വജസ്തംഭത്തിൻ്റെ പ്രധാന അവയവങ്ങൾ. കൊടിക്കൂറയും ഒരു അവയവമായി സങ്കല്പിക്കാം. ഭൂമിക്കടിയിൽ നപുംസക ശില യഥാവധി ന്യസിച്ച് അതിനു മുകളിലായി കൊടിമരമിറക്കി സ്ഥാപിച്ച് ചാരുകല്ലുകൾ വെച്ചുറപ്പിക്കണം. ഭൂമിക്കടിയിൽ പോകുന്ന ഈ നാളം എന്ന ഭാഗം 2 ഇരട്ടി ഉയരത്തിലുള്ളതും ചതുരാകൃതിയിലുമാകണം എന്നാണ് പറയുന്നത്. കൊടിമരത്തിൻ്റെ ആകെ ഉയരത്തിൽ ഈ അളവ് ഉൾപ്പെടുന്നില്ല. കൊടിമരത്തിൻ്റെ നിർമ്മാണം ഇങ്ങനെയാണ് പറയുന്നത്. തറയുടെ ഭാഗം തടി 8 വട്ടമായ ആകൃതിയിലായിരിക്കും. ഈ തറ 1 കോൽ അല്ലെങ്കിൽ 1 ദണ്ട് ഉയരത്തിലുള്ളതും കലശബന്ധം, കപോതബന്ധം തുടങ്ങിയ അംശക്രമത്തിലുള്ളതും ആകണം. ഇതിനു മുകളിലായി വേദികയും പത്മവും ദിക്പാലകന്മാരെയും കൽപ്പിക്കണം. തുടർന്ന് മാലാസ്ഥാനം വരെയുള്ള ഭാഗം വെണ്ട, പറ എന്നീ അവയവങ്ങൾ കൊണ്ട് ക്രമീകരിക്കണം. ഇവ ഒറ്റ സംഖ്യയായി ക്രമീകരിക്കണം. ഇതിനു മുകളിൽ മാലകൾ തൂക്കി അലങ്കരിക്കുന്ന ഭാഗം മാലാസ്ഥാനവും 1, 2 ലശൂനം എന്ന അലങ്കാരവും അതിനു മുകളിലായി കുംഭം, പത്മം, മണ്ടിപ്പലക, അതിന്മേൽ വീരകാണ്ഡവും ഉണ്ടാക്കണം. ഈ ഭാഗം ധ്വജം ചതുരമാക്കി നിർമ്മിക്കണം. വീരകാണ്ഡത്തിന് മേലെയാണ് ധ്വജ പ്രതിഷ്ഠാ ചടങ്ങിൽ ദേവാനുസൃതമായതും ഉചിതമായ അളവിലും പെട്ട ദേവവാഹനത്തെ ദേവന് അഭിമുഖമായി സ്ഥാപിക്കുന്നത്. ശിവന് കാളയും വിഷ്ണുവിന് ഗരുഡനും ശങ്കരനാരായണന് കാളപ്പുറമേറിയ ഗരുഡനും മൂഷികൻ ഗണപതിക്കും ദേവിക്ക് സിംഹവും സുബ്രഹ്മണ്യന് മയിലും കോഴിയും ശാസ്താവിന് കുതിരയും അതായത് വാജി ദേവവാഹനങ്ങളാവുന്നു. കൊടിമരത്തിനകത്തെ മരം കൊണ്ടോ കോൺക്രീറ്റ് കൊണ്ടോ ഉള്ള ഭാഗം സുഷുമ്ന നാഡിയെ പ്രതിനിധാനം ചെയ്യുന്നു. കൊടി മുതൽ കീഴോട്ടുള്ള ഭാഗങ്ങൾ ഇട, പിങ്കള നാഡികളാണ്. കൊടി കുണ്ടലിനി ശക്തിയെയും വാഹനം പ്രാണനെയും പ്രതിനിധാനം ചെയ്യുന്നു. 4 ഭാഗം വെള്ളി, 1 ഭാഗം സ്വർണം, 8 ഭാഗം ചെമ്പ്, 8 ഭാഗം പിച്ചളയും അല്പം ഇരുമ്പും ചേർത്തൊരുക്കി വാർത്തെടുക്കുന്ന പഞ്ചലോക വിഗ്രഹം. ചതുർഭാഗം തുരജമേകഭാഗം ച കാഞ്ചനം, വരിഷ്ഠമഷ്ടഭാഗം ച പൃഷ്ഠഭാഗം ച പിത്തളം, ആയ കിഞ്ചിൽ സമായുക്തം പഞ്ചലോഹം തുയോജയേൽ എന്നാണ് പ്രമാണം. മരം കൊണ്ടുണ്ടാക്കുന്ന വിഗ്രഹങ്ങളും കാണാം.
ഇതിൽ അഭിഷേകാദികൾ നടത്തുകയില്ല. ചാന്താടി ബലപ്പെടുത്തുന്നു. ധ്വജാഗ്രത്തിൽ നിന്നും ഒരു ദണ്ട് താഴ്ത്തി 1 ദണ്ട് നീളമുള്ള യഷ്ടി തുളച്ച് ചെലുത്തണം. ഈ ദണ്ട് വശത്തേക്ക് ചെരിച്ചു നിർത്തുകയും വേണം. കേരളം ഒഴിച്ചുള്ള മറ്റു ദേശങ്ങളിൽ ദേവന് അഭിമുഖമായാണ് യഷ്ടി സ്ഥാപിക്കുന്നതെങ്കിലും കേരളത്തിൽ ഇടത്തോട്ട് കൂടാതെ തെക്കോട്ടോ വടക്കോട്ടോ ദേവന്റെ വലത്തോട്ടോ എന്ന നിയമപ്രകാരവും ചെയ്തു കാണാം. കൊടിമരത്തിന്റെ വേദിക മുതൽ മണ്ടിപ്പലക വരെയുള്ള ഭാഗങ്ങളെല്ലാം ലോഹം കൊണ്ടുണ്ടാക്കി സ്തംഭത്തിന് മേൽ സ്ഥാപിക്കുകയാണ് പതിവ്. ചെമ്പ് പൊതിഞ്ഞ കൊടിമരം ഇടിമിന്നലിൽ നിന്നും രക്ഷിക്കുന്ന രക്ഷാചാലകം കൂടിയാണ്. അതുകൊണ്ടാണ് ക്ഷേത്ര സമീപത്തെ കെട്ടിടങ്ങൾക്ക് കൊടിമരത്തേക്കാൾ ഉയരം പാടില്ല എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ ധ്വജസ്തംഭത്തിന് യോജിച്ചത് തേക്ക് തടിയാണെങ്കിലും താൽക്കാലികമെങ്കിൽ പുറന്തോടോട് കൂടിയ മുള, കവുങ്ങ് എന്നീ വൃക്ഷങ്ങളും ഉപയോഗിക്കാം. ശ്രേഷ്ഠമായ ലക്ഷണങ്ങളോടുകൂടിയ തടി ഭൂമിയിൽ വീഴാതെ മുറിച്ച് ക്ഷേത്രപ്രദേശത്തെത്തിച്ച് ക്രമപ്പെടുത്തി തൈലാധിവാസം ചെയ്ത് സ്വീകരിക്കണം. കൊടിമരം രൂപപ്പെടുത്തിയ ശേഷം പ്രത്യേകം തയ്യാറാക്കിയ ആയുർവേദ എണ്ണയിൽ ഔഷധ എണ്ണയിൽ 1 വർഷത്തിലേറെ മുക്കിവെക്കുന്നു. ഈ പ്രക്രിയയ്ക്ക് തൈലാധിവാസം എന്ന് പറയുന്നു. മരത്തിന് കേടുപാടുകൾ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും വീഡിയോ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ 3-ാം ഭാഗത്തിനായി കാത്തിരിക്കും.